ഹായ്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ലെവൽസ് ഓഫ് പ്രൊഡക്റ്റിലാണ് നിർത്തിയത്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ മെയിൻ ക്ലാസിഫിക്കേഷൻ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നുള്ളതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്നത്. കൺസ്യൂമർ ഗുഡ്സിനെ വീണ്ടും നമ്മൾ സബ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. കൺവീനിയൻസ് പ്രൊഡക്റ്റ്, ഷോപ്പിംഗ് പ്രൊഡക്റ്റ്, സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ്. Then industrial goods again classify the installation, accessory equipments, components, part and materials, raw materials, supplies, MRO items രണ്ട് ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എന്താണ് ഈ കൺസ്യൂമർ ഗുഡ്സും ഇൻഡസ്ട്രിയൽ ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാം. നമുക്ക് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ അതിൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന, നമ്മൾ സാധാരണ ഒരു കസ്റ്റമർ യൂസ് ചെയ്യുന്നത്, ഞാൻ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനി വേറെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽ, ഓക്കെ, ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, റോ മെറ്റീരിയലായിട്ട് വീറ്റ്, അതുപോലുള്ള വീറ്റ് ഫ്ലോർ, അതുപോലുള്ള കാര്യങ്ങൾ വാങ്ങുന്നു, ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മറ്റുള്ള ഷുഗർ, മറ്റുള്ള ഫെർട്ടിലൈസേഴ്സ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കുകയാണ്, കൺസ്യൂമർ ഗുഡ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, അതിൽ കൺസ്യൂമർ ഗുഡ്സ് വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൺവീനിയൻസ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, അതുപോലെ അൺസോർട്ട് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ അത് എക്സാമ്പിൾസ് പറഞ്ഞതിന് മുമ്പ് നമുക്ക് പറയാൻ നല്ലത് എന്താണ് അതിൻ്റെ, എന്താണ് കൺവീനിയൻസ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത് ബോത്ത് ഫ്രീക്വൻ്റ്ലി ആൻഡ് ഇമ്മീഡിയറ്റ്ലി, നമ്മൾ പെട്ടെന്ന് വാങ്ങുന്ന, അതായത് എസ്പെഷ്യലി FMCG പ്രൊഡക്റ്റുകളൊക്കെ കൺവീനിയൻസ് ഗുഡ്സ് ആണ്, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ. ഫോർ എക്സാമ്പിൾ മിൽക്ക്, ഡെയിലി യൂസേജിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ബേസിക് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ എന്താണ് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് വരിക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലോ പ്രൈസ്ഡ് ആയിരിക്കും. അതുപോലെ മാസ് അഡ്വർടൈസ്മെൻറ്റ് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ TV-യിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് എന്തായിരിക്കും, കൺവീനിയൻസ് ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ FMCG ആയിരിക്കും, നിങ്ങൾ ഡെയിലി യൂസിൻ്റെ കാര്യങ്ങളായിരിക്കും. ഈ ചിത്രത്തിൽ പറഞ്ഞ പോലെയുള്ള പാല്, സ്വീറ്റ്സ്, മറ്റുള്ള കാര്യങ്ങൾ, ബീവറേജസ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അതുപോലെ മാസ് അഡ്വർടൈസ്മെൻ്റ് ആണ്. പിന്നെ പർച്ചേസ് ലൊക്കേഷൻ, മെനി പർച്ചേസ് ലൊക്കേഷൻസ് ഉണ്ടാവും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ അത് അവൈലബിൾ ആവും, കുറച്ച് ദൂരമുള്ള ഷോപ്പിൽ അവൈലബിൾ ആവും, വീടിൻ്റെ അടുത്ത് തന്നെ കുറേ ഷോപ്പുകളിൽ എന്താവും അത് അവൈലബിലിറ്റി ഉണ്ടായിരിക്കും അതിന്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയിലോട്ട് പോകാം, കൺസ്യൂമർ ഗുഡ്സ് തന്നെ സെക്കൻഡ് കാറ്റഗറിയിലോട്ട് പോകാം. അതാണ് ഷോപ്പിംഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ പറഞ്ഞിട്ടുള്ള ടെലിവിഷൻ, ഓട്ടോമൊബൈൽ, നമ്മളെ കാറ്, ബൈക്ക് കാര്യങ്ങൾ, ഫർണിച്ചർ കാര്യങ്ങളൊക്കെയാണ് ഈ ഷോപ്പിംഗ് പ്രൊഡക്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരിക. ഓക്കെ, ഈ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ലെസ് ഫ്രീക്വൻ്റ്ലി വാങ്ങും, പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള കഴിഞ്ഞ ക്ലാസിഫിക്കേഷനിൽ പോലെയുള്ള ഫ്രീക്വൻ്റ് ആയിട്ട് ഡെയിലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതല്ല. ഹയർ പ്രൈസ് ആയിരിക്കും, കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ക്ലാസിഫിക്കേഷനെക്കാട്ടും കുറച്ച് കൂടുതൽ പ്രൈസ് ആയിരിക്കും, പർച്ചേസ് ലൊക്കേഷൻ കുറവായിരിക്കും, ആൻഡ് കമ്പാരിസൺ ഷോപ്പ് ഉണ്ടാവും. നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ നിങ്ങൾ പല ബ്രാൻഡുകൾ കമ്പയർ ചെയ്തിട്ടാണ് വാങ്ങുക, അല്ലേ? ഒരു TV വാങ്ങുമ്പോൾ നിങ്ങൾ പല ബ്രാൻഡുകൾ കമ്പയർ ചെയ്തിട്ടാണ് വാങ്ങുക. അതാണ് ഷോപ്പിംഗ് പ്രൊഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ, കൺസ്യൂമർ ഗുഡ്സിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് വരുന്നത് സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾ റോളക്സിൻ്റെ വാച്ച്, ലെക്സസിൻ്റെ വെഹിക്കിൾ, ബെൻസിൻ്റെ വെഹിക്കിൾ പോലുള്ള കാറുകൾ പോലുള്ളത്. ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ പർച്ചേസ് എഫേർട്ട് ആവശ്യമുള്ളതാണ്, ഹൈ പ്രൈസ് ആണ്. ഓക്കെ, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഇത് ലക്ഷറി ആയിരിക്കും, വളരെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതായിരിക്കും. ഇപ്പോൾ റോളക്സിൻ്റെ ഒരു വാച്ചും സാധാരണ ഒരു വാച്ചും നമ്മൾ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. രണ്ടും സമയം നോക്കാം എന്നുള്ളൊരു സിമിലാരിറ്റി എന്നല്ലാതെ വളരെ ഫീച്ചേഴ്സും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ ബ്രാൻഡ് ഐഡൻറ്റിഫിക്കേഷൻ, റോളക്സ് എന്നുള്ള ഒരു ബ്രാൻഡിനായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നവർ ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ള ബ്രാൻഡിനും ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ വളരെ ഫ്യൂവർ പർച്ചേസ് ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ലെക്സസിൻ്റെ ഒരു വണ്ടി, നിങ്ങളൊരു കാറ് വാങ്ങണമെങ്കിൽ നിങ്ങളത് തേടി പിടിച്ച് പോകണം, കാരണം അതിൻ്റെ അത്രയും എന്തായിരിക്കും
ലൊക്കേഷൻസിൽ അത് കുറവായിരിക്കും, അതിൻ്റെ പർച്ചേസ് ലൊക്കേഷൻ വളരെ കുറവായിരിക്കും സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റിൻ്റെ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത് അൺസോർട്ട് പ്രൊഡക്റ്റാണ്. ആ അൺസോർട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ന്യൂ ഇന്നോവേഷനുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ കസ്റ്റമേഴ്സ് ഡു നോട്ട് വാണ്ട് ടു തിങ്ക് അബൌട്ട്, അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് അവർക്ക് തോന്നില്ല. ബട്ട് റിക്വയർ എന്താണ്, ഈ സെയിൽസ് പീപ്പിൾ റിക്വയർ അല്ലെങ്കിൽ കമ്പനീസ് റിക്വയർ എ ലോട്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്, എസ്പെഷ്യലി ഇൻഷുറൻസ്. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഇൻഷുറൻസിൻ്റെ ആളുകൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട്, ഇപ്പോൾ LIC പോലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് നമ്മളെ ക്യാൻവാസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്കതൊരു നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു, അത് മാക്സിമം അവർ വാങ്ങിപ്പിക്കാൻ, അത് സെയിൽ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള പ്രൊഡക്റ്റാണ് അൺസോർട്ട് പ്രൊഡക്റ്റ് എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്നത്. ഹെൽത്ത് ഇൻഷുറൻസുകൾ, ലൈഫ് ഇൻഷുറൻസുകളൊക്കെ ആ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റാണ്. ഇനി ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ഇതൊരു ക്ലാസിഫിക്കേഷൻ ബിസിനസ് പ്രൊഡക്റ്റിനാണ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡുകളൊക്കെ ഡിസ്കസ് ചെയ്തത് കസ്റ്റമർ പ്രൊഡക്റ്റാണ്. ബിസിനസ് പ്രൊഡക്റ്റിൻ്റെ ഒരു 5-6 ക്ലാസിഫിക്കേഷൻ അവിടെ ഉണ്ട്. ഇൻസ്റ്റലേഷൻസ്, ബിസിനസ് സർവീസസ്, പിന്നെ അതുപോലെ MRO സപ്ലൈസ്, റോ മെറ്റീരിയൽസ്, ആക്സസറി എക്യുപ്മെൻറ്റ്, കോമ്പണൻസ്. ഇതതിൻ്റെ എക്സാമ്പിളൊക്കെ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റലേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്. മേജർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. അതായത് ഒരു ബിസിനസ്സിന് ഏറ്റവും ക്യാപിറ്റലായിട്ട് അതിൻ്റെ മേജർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഏരിയയാണ് ഇൻസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂ മെഷീനറി, അതൊരു ഇൻസ്റ്റലേഷൻ്റെ ഭാഗമാണ്, അതൊരു ഇൻഡസ്ട്രീൻ്റെ ഭാഗമാണ്. ഒരു മെഷീന് ആ ഒരു ഫാക്ടറിയിലാണെങ്കിൽ ആ ഒരു മെഷീനിന് വളരെയധികം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം ഉണ്ടായിരിക്കും. അതെന്താണ്, ഇൻസ്റ്റലേഷൻ എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്ന കാര്യമാണ്. ഇനി അടുത്തത് ആക്സസറി എക്യുപ്മെൻറ്റ്. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരുന്നതാണ് ആക്സസറി എക്യുപ്മെൻറ്റ്. ഇറ്റ്സ് എ ക്യാപിറ്റൽ പ്രൊഡക്റ്റ്, യൂഷ്വലി ലെസ് എക്സ്പെൻസീവ്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഒരു ഫോട്ടോ കോപ്പിയറാണ് ആ ഫോട്ടോയിൽ കാണുന്നത്, ഉണ്ട് ഫോട്ടോ കോപ്പിയറാണ്. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്രൊഡക്റ്റ് തന്നെയാണ്, അതിന് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. പക്ഷേ എന്താണ്, ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്. കാരണം ഒരു വലിയൊരു മെഷീൻ വാങ്ങുന്ന അത്ര ഒരു കാര്യം ആവശ്യമില്ല. പക്ഷേ എന്താണ്, ഒരു ആക്സസറി എക്യുപ്മെൻറ്റ്സ് ആണ്. ചിലപ്പം പല കാര്യങ്ങൾ കോപ്പി എടുക്കാനും അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറൊക്കെ എന്താണ് ഈ ഒരു ആക്സസറി എക്യുപ്മെൻറ്റിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ദെൻ കോമ്പണൻസ്, പാർട്സ് ആൻഡ് മെറ്റീരിയൽസ്, that is finished business product that become part of buying firm's final product, such as a spark plug for a new car. എന്ന് പറയുന്നത് കോമ്പണൻസ് ആണ്. ആക്ച്വലി ഒരു കാർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആണെങ്കിൽ പോലും അതിൻ്റെ പാർട്സുകൾ കൂടി ആ ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഉണ്ടാക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെങ്കിൽ കീബോർഡുകൾ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആഫ്റ്റർ സെയിൽസ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ കീബോർഡ് കേടി വരും ലാപ്ടോപ്പിൻ്റെ. അപ്പോൾ അതേ കമ്പനീൻ്റെ കീബോർഡ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം, ആ കമ്പനി അത്തരത്തിലുള്ള കോമ്പണൻസും കൂടി പ്രൊഡ്യൂസ് ചെയ്യണം. കാറിൻ്റെ കേസിലാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്പാർക്ക് പ്ലഗ് ആവശ്യം വരുമ്പോൾ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതേ ബ്രാൻഡിൽ തന്നെ ഉണ്ടാക്കേണ്ടി വരും. അതാണ് ഈ കോമ്പണൻറ്റ്, പാർട്സ് ആൻഡ് മെറ്റീരിയൽ എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാറ്റഗറിയാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് കേസ് തന്നെ പറഞ്ഞ പോലെ സച്ച് ആസ് ഫാം പ്രൊഡക്റ്റ്, വീറ്റ്, കോട്ടൺ, സോയാബീൻ, അതായത് ഓരോ കമ്പനീൻ്റെ പ്രൊഡക്റ്റിനനുസരിച്ച് റോ മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ചിലപ്പം കോൾ, ലംബർ, അയൺ ഓർ ചിലപ്പം ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ആവശ്യമുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ അങ്ങനത്തെ ആയിരിക്കും ഉണ്ടാവുക. ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ കോട്ടൺ പോലുള്ള കാര്യങ്ങളാവും ഉണ്ടാവുക. ഫുഡിനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ ഫാം പ്രൊഡക്റ്റുകളായിരിക്കും അവർ റോ മെറ്റീരിയലായിട്ട് ഉണ്ടാവുക. പിന്നെ ഇൻഡസ്ട്രിയൽ സർവീസ്, അതിന് വേണ്ട ഒരു കാര്യമാണ് ബിസിനസ് സർവീസസ് എന്ന് പറയുന്നത്. അത് ഇൻറ്റാഞ്ചിബിൾ പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാ വലിയ കമ്പനികൾക്കും അവർക്ക് സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ സർവീസസ്, ദാറ്റ് മീൻസ് ബാങ്കിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. വെഹിക്കിൾ ലീസിനടുത്ത് ഉണ്ടായിരിക്കും. അതുപോലെ അവർക്കൊരു ലീഗൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ ലോയേഴ്സ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള സർവീസുകളെയാണ് അല്ലെങ്കിൽ കൺസൾട്ടൻസികളെയാണ് എന്ത് പറയുന്നത് ബിസിനസ് സർവീസസ് എന്നുള്ള ആ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഒരു കാര്യമാണ് MRO ഐറ്റം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സപ്ലൈസ്, ദാറ്റ് ഈസ് MRO. പാർട്ട് ഓഫ് ബിസിനസ് സപ്ലൈസ് ആണ്. നമുക്ക് എന്ത് ചെയ്യും, കുറേ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കാര്യങ്ങൾ മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരും. ചിലപ്പം ഓൾറെഡി വർക്ക് ചെയ്യുന്നത് കേടുവന്ന് അതിൻ്റെ റിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ അതിൽ ഓപ്പറേറ്റിംഗ് സപ്ലൈസ്, ലൈറ്റ് ബൾബുകൾ, നട്ട്സുകൾ, ബോൾസുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ്, അതൊക്കെ അടങ്ങിയിട്ടുള്ളത്. അത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, അത് ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ആ ഒരു ഏരിയ കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് നമ്മൾ നോക്കിയത്
കൺസ്യൂമർ പ്രൊഡക്റ്റും അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റും അതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മളൊരു പുതിയ ഏരിയയിലോട്ട് പോവുകയാണ്. ഇത് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഐഡിയ ജനറേഷൻ മുതൽ ലാസ്റ്റ് കമേഴ്സ്യലൈസേഷൻ വരെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കിൾ, ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഒരു ഐഡിയ ജനറേഷൻ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ്, അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ചിന്തിച്ചാലും നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു FMCG കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവിടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി പുതിയ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഓരോ ഫ്രീക്വൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുകയും കസ്റ്റമേഴ്സിനെ മാക്സിമം ആ ബ്രാൻഡിലോട്ട് അല്ലെങ്കിൽ ആ കമ്പനിയിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ എന്തുണ്ടാവും, ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി പുതിയത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിരിക്കാം, അതിലെ ഫീച്ചേഴ്സിൻ്റെ വേരിയേഷൻ ആയിരിക്കാം, അങ്ങനെ പല രീതിയിലായിരിക്കാം. അപ്പോൾ ഈ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയിലെ ഫസ്റ്റ് ഒരു ബ്ലോക്കാണ് ഐഡിയ ജനറേഷൻ. നമുക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആദ്യമായിട്ട് ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പറയാം, സർവീസസിൻ്റെ കേസിലും ഒക്കെ നമ്മളാരും ചിന്തിക്കാത്ത രീതിയിലാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് ഈ സൊമാറ്റോയെക്കുറിച്ചോ സ്വിഗ്ഗിയെക്കുറിച്ചോ ഒന്നും ആരും ചിന്തിച്ചിരുന്നില്ല, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു റൂറൽ ഏരിയയിൽ പോലും. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അത്തരത്തിലുള്ള പുതിയ പുതിയ ഐഡിയകൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. അതൊരു ഐഡിയ ജനറേഷനാണ്. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ടത് എല്ലാ ഐഡിയകളും ലാസ്റ്റ് ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് എൻഡ് ചെയ്യാമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ബാക്കിയുള്ള ഓരോ സ്റ്റേജസ്, ഓരോ ബ്ലോക്കുകൾ നോക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്കൊരു ഐഡിയ ഉണ്ടായി, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടായി. ഇനി എന്ത് ചെയ്യുന്നു, സെക്കൻഡ് സ്റ്റേജിൽ അതിൻ്റെ സ്ക്രീനിങ് നടക്കും. അതിനാണ് ഐഡിയ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഐഡിയ സ്ക്രീനിങ്ങിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഐഡിയ എത്രത്തോളം ഫീസിബിളാണ് എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫീസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു ഐഡിയ ഉണ്ടാക്കി, ആ ഐഡിയ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഉണ്ടോ, മാർക്കറ്റ് ഫീസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഐഡിയ ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ വളരെ ചുരുങ്ങിയ ചിലവിൽ, അതായത് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അധികം വരാതെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. രണ്ടാമത് കസ്റ്റമേഴ്സ് അതെന്ത് ചെയ്യുമോ, അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് നോക്കണം. അതൊക്കെയാണ് ഐഡിയ സ്ക്രീനിങ്ങിൽ വരുന്ന കാര്യങ്ങൾ. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് തരത്തിലാണ് ഈ സ്ക്രീനിങ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ സ്ക്രീനിങ്ങിൽ ഓക്കെ ആവുന്ന ആ കാര്യങ്ങൾ, ആ ഐഡിയകൾ മാത്രമേ മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിങ്ങിലോട്ട് പോകുള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഐഡിയ വെച്ചിട്ട് നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു വെഹിക്കിൾ, ഒരു 4 വീലറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ 4 വീലറിൽ എന്ത് ചെയ്യുന്നു, നമുക്കൊരു ഹൈബ്രിഡ്, ഇപ്പോൾ നമുക്കറിയാം ഹൈബ്രിഡ് ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്യുന്നു ബാറ്ററിക്ക് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ. അത് ഫസ്റ്റ് ഒരു ഐഡിയ ആയിട്ടാവും ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അത് സ്ക്രീൻ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാൻ നമുക്ക് പറ്റുമോ, ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ച് അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം നോക്കുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേജ്. ഇത് എങ്ങനെ നമുക്ക് ജനങ്ങളെ മൈൻഡിലോട്ട് അല്ലെങ്കിൽ പബ്ലിക്കിലോട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ആരൊക്കെയാണ് ടാർഗറ്റ് മാർക്കറ്റ്, എങ്ങനെയാണ് അത് നമ്മുടെ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെഗ്മെൻറ്റേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ദെൻ ബിസിനസ് അനാലിസിസ്, ഫിഫ്ത്ത് സ്റ്റേജ്. ബിസിനസ് അനാലിസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഇത് പ്രോഫിറ്റ്, എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, എത്രത്തോളം ഇതിൻ്റെ പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും, അത് എത്ര % പ്രോഫിറ്റ് ആവും, എത്രത്തോളം ഇത് കോസ്റ്റ് വരും കമ്പനിക്ക്, അതിന് കമ്പനിക്ക് വേണ്ടി പുതിയ ഫാക്ടറികളോ എംപ്ലോയീസിനോ ഹയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബിസിനസ് അനാലിസിസിൽ വരുന്നത്. ദെൻ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, നമ്മളെന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ വെച്ച് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ ഒരു ടെസ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു. ടെസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഫൈനൽ പ്രൊഡക്റ്റ് ആവുന്നതിന് മുമ്പ് വളരെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നു, അവരത് യൂസ് ചെയ്യുന്നു. അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യും. ആ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് ലാസ്റ്റ് കമേഴ്ഷ്യലൈസേഷൻ എന്നുള്ള ഒരു രീതിയിലോട്ട് നമ്മൾ മാറുക. ഈ ടെസ്റ്റ് മാർക്കറ്റിലാണ് ചില സോഫ്റ്റ്വെയർസൊക്കെ നമുക്ക് ഫ്രീ ട്രയലിനായി തരും. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുമ്പോൾ കംപ്ലയിൻസ് കാര്യങ്ങൾ പറയുമ്പോൾ എന്നിട്ടാണ് ലാസ്റ്റ് അവരെന്ത് ചെയ്യുക, ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.